എവിടേക്കുണ്ടാ? ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാന്താവണം, ആരെയും കാണാനില്ല. നീ ഇങ്ങോട്ടോ, നമുക്ക് ഇവിടെ ഇരിക്കാം. കാപ്പി പിടിക്കാൻ നീ വാ, നമുക്ക് ഇവിടെ ആരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ പോയി, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങ് പോവാം. നിങ്ങൾ അഭിലാഷാണ് വിളിച്ചു നോക്കിയാണ് അങ്ങനെ വീട്ടിലോട്ടല്ല. അങ്ങേരെ വിളിച്ച ഇപ്പൊ വരാനാണ് പോണം. മുണ്ടി ന്യായവും പറഞ്ഞിട്ട് അങ്ങേര് ഭാര്യയും കൊച്ചിനെയും കൊണ്ട് പോകണം എന്ന് പറയും. മിക്കവാറും വീട്ടിൽ തന്നെ കാണും. അങ്ങനെ അതാണെന്ന് തോന്നുന്നു കേട്ടോ. ബേക്കറിയിൽ 5 മുട്ടയെ മാറ്റോണ്ട് പോണുണ്ട്. ചിലപ്പോ അത് വിരീക്ഷിച്ച കാര്യമുള്ളായിരിക്കും കേട്ടോ. മിക്കവാറും അയാൾ അടയിരുന്ന ഒരു ഫാമിൽ തന്നെ അങ്ങ് തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ഇരുന്നാലും അവരും വെളിയിൽ ഇറങ്ങൂട്ടാണ്. ആണോ അഭിലാഷ, നിങ്ങളെ കാര്യം പറഞ്ഞ വാ എടുത്തപ്പോ നാക്കിലിട്ടേ ഉള്ളൂ അല്ലേണോ? വായെടുത്ത് നാക്കിലിടുന്നല്ല, നാക്കെടുത്ത് വായിടുന്നതാണ്. നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയാ? അതിന്റെ കാര്യം തന്നെ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നു. ഇവിടെ ആരെയും കാണാനില്ല. അപ്പൊ ഡോക്ടറും വിഷ്ണു വന്നില്ലേ? അവരെ കാര്യമൊന്നും പറയണ്ട. ഒരുത്തന്നെ വിളിച്ചപ്പോഴേ അവന് മീറ്റിംഗ് ആണ് പോലും. മീറ്റിംഗ് ചുമ്മാ തള്ളാണ്. ഇന്ന് മറ്റേ അവന്റെ കൂടെ സണ്ണി ലൂണ് നമ്മളെ കനകക്കുന്നിൽ വരെയില്ലേ, അവിടെ പോയി നിൽക്കുകയായിരിക്കും. അപ്പൊ ഡോക്ടറാ? അതാണ് അതിന് വലിയ കോമഡി. ഇവിടെ താമസിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭാര്യ 12 മണിവരെ പാത്രം കഴിവിച്ച് 2 മണിവരെ തുണിയും കഴിവിച്ച് എന്നിട്ടാണ് കിടത്തി ഉറക്കിയത് കേട്ടാ. ഞാൻ ഇപ്പൊ വിളിച്ചു നോക്കിയപ്പോഴത്തേക്കാണ് നടുവേനെന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കുന്നത്. അത് അങ്ങനെ ഒരു പൊണ്ണ. നിങ്ങൾ ഇരി, ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഇപ്പൊ വരാം, എന്നിട്ട് നമുക്ക് കഴിക്കാൻ പോവാം. ഈ ഇറങ്ങിപ്പോൾ അങ്ങനെ പ്രാന്ത് വല്ലതും ഉണ്ടോ? വീട്ടിൽ ഇരുന്ന് എന്നെ വിളിച്ചു വരുത്തിയിട്ട് വെറുതെ ഇവിടെ ഇരിക്കാൻ വേണ്ടി. അവന് വേലയും കൂലിയില്ല, നീ അതിന് താടാൻ പോണെന്തിനാ? നമ്മളെ പിടിച്ചെടുത്തിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയാണ്ടാ. ഇനി കക്കൂസ് ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇറങ്ങി ഇനി വരുമോ? ഉദ്ഘാടനത്തിന് എന്റെ വാപ്പ ഉസ്മാനും ഉണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെയാണോ ഇതൊക്കെ കേട്ടത്? എന്റെ ഫോൺ ഇവിടെ ഇരുന്നാ മതി, എനിക്ക് അവിടെ ഇരുന്ന് എല്ലാം കേൾക്കാം. എന്ത് വിധി ഇത്?